ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫോർ മെഡിക്കോസ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്സിൽ പെൻസിലിൻ ഗ്രൂപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ആണ്. പെൻസിലിൻ ഈസ് ദ ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് ടു ബി ഡിസ്കവർഡ്. ഇറ്റ് ഈസ് എ ബാക്ടീരിയസിഡൽ ആൻറ്റിബയോട്ടിക്. ഇനി ഇതിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് തയസോളിഡിൻ റിംഗ് ആസ് വെൽ ആസ് ബീറ്റാ ലാക്ടം റിങ്ങിൻ്റെയും തയസോളിഡിൻ റിങ്ങിൻ്റെയും ഒരു ഫ്യൂഷനാണ്. പിന്നെ സൈഡ് ചെയിൻ അറ്റാച്ച്മെൻ്റ് ഉണ്ട് ബൈ അമൈഡ് ലിങ്കേജ്. ഈ സൈഡ് ചെയിൻ, അതായത് ഈ 6 എന്ന് പറയുന്ന ഇത് മാറുന്നതനുസരിച്ചാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെൻസിലിൻ ഉണ്ടാകുന്നത്. നാച്ചുറൽ പെൻസിലിൽ ബെൻസൈൽ ഗ്രൂപ്പ് ആയിരിക്കും ഈ 6ൻ്റെ സ്ഥാനത്ത് വരിക. മെക്കാനിസം ഓഫ് ആക്ഷൻ, പെൻസിലിൻ ഇൻ്റർഫിയർ വിത്ത് ദ സിന്തസിസ് ഓഫ് ബാക്ടീരിയൽ സെൽ വാൾ. ഇതിൽ ട്രാൻസ്പെപ്റ്റിഡേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട് വിച്ച് ഹെൽപ്പ് ഇൻ ക്രോസ് ലിങ്കിങ് ഓഫ് ദ പെപ്റ്റിഡോഗ്ലൈക്കൻ ചെയിൻ. പെപ്റ്റിഡോഗ്ലൈക്കൻ ചെയിൻ്റെ ക്രോസ് ലിങ്കിനെ സഹായിക്കുന്ന ട്രാൻസ്പെപ്റ്റിഡേസ് എന്ന് പറഞ്ഞ എൻസൈമിനെയാണ് പെൻസിലിൻ ഇൻഹിബിറ്റ് ചെയ്യുക. ഇതിൻ്റെ ഫലമായി ഉണ്ടാകുന്നത് സെൽ വാൾ ഡെഫിഷ്യൻ്റ് ഫോമുകളായിരിക്കും ഉണ്ടാവുക. ഈ ട്രാൻസ്പെപ്റ്റിഡേസ് പോലെ തന്നെ പെപ്റ്റിഡോഗ്ലൈക്കൻ ബയോസിന്തസിസിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരുപാട് എൻസൈമുകളുണ്ട്. ഇവരെ കമ്പൈൻ ചെയ്ത് പറയുന്ന പേര് പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീനുകളാണ്. കാരണം ഈ പെൻസിലിൻ വന്നു കഴിഞ്ഞാൽ ഇവരിൽ ഏതെങ്കിലും ഒരു എൻസൈമായിട്ടായിരിക്കും ബൈൻഡ് ചെയ്യപ്പെടുന്നത്. ഇവർ കാണുന്നത് സെൽ മെംബ്രെയിനിലായിരിക്കും. ഇനി ഈ സെൽ വാൾ ഡെഫിഷ്യൻ്റ് ഫോമുകളെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ഇതായിട്ട് പറയുമ്പോൾ, ഈ നമ്മുടെ ബാക്ടീരിയത്തിൻ്റെ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ഹൈപ്പർ ഓസ്മോട്ടിക് ആണ്. അതുകൊണ്ട് തന്നെ ഈ സെൽ വാൾ ഡെഫിഷ്യൻ്റ് ഫോമിൽ ഓസ്മോസിസ് നടക്കുകയും അത് സ്വെല്ല് ചെയ്യുകയും അതിൻ്റെ ഫലമായി ബേസ്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ബാക്ടീരിയസിഡൽ ആക്ഷൻ നടക്കുക. ഇനി ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വാൾ ബാക്ടീരിയകൾക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെൻസിലിൻ ഹ്യൂമൻസിന് നോൺ ടോക്സിക് ആണ്. ഇറ്റ് ഈസ് നോൺ ടോക്സിക് ടു ഹ്യൂമൻസ്. ഇനി ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ വരുമ്പോഴത്തേക്ക് ഗ്രാം പോസിറ്റീവിൻ്റെ സെൽ വാൾ പെപ്റ്റിഡോഗ്ലൈക്കൻ വെച്ചിരിക്കുന്നത്. എന്നാൽ ഗ്രാം നെഗറ്റീവിൽ ലിപ്പോപ്രോട്ടീനും പെപ്റ്റിഡോഗ്ലൈക്കനും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഒരു ലിപ്പോപ്രോട്ടീൻ ഒരു പെപ്റ്റിഡോഗ്ലൈക്കൻ, പിന്നെ വീണ്ടും ലിപ്പോപ്രോട്ടീൻ, അങ്ങനെ ആൾട്ടർനേറ്റിംഗ് ആയിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെൻസിലിൻ ഈസ് ഹൈലി ആക്റ്റീവ് എഗെയിൻസ്റ്റ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. പിന്നെ ബ്ലഡ്, പസ്, ടിഷ്യൂ ഫ്ലൂയിഡ് ഇതൊന്നും നമ്മുടെ പെൻസിലിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ സ്പെക്ട്രത്തിനെ ബാധിക്കുന്നില്ല. ഇനി നമുക്ക് നാച്ചുറൽ പെൻസിലിൻ അല്ലെങ്കിൽ ബെൻസൈൽ പെൻസിലിൻ അല്ലെങ്കിൽ പെൻസിലിൻ ജി അതിനെക്കുറിച്ച് പറയാം. ഇതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ സ്പെക്ട്രം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു നാരോ സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആണ്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ വരുന്നുണ്ട്, പിന്നെ കുറച്ച് ഗ്രാം നെഗറ്റീവും അനേറോബുകളും വരുന്നുണ്ട്. ഇതിൽ പ്രധാനം വരുന്നത് സ്ട്രെപ്റ്റോകോക്കെ എക്സെപ്റ്റ് വിരിഡൻസ് ആൻഡ് എൻറ്ററോകോക്കെ, ദെൻ ബാസിലസ് ആന്ത്രാസിസ്, കോർണിബാക്ടീരിയം ഡിഫ്തീരിയ, നിസേറിയ ഗൊണീറിയ, നിസേറിയ മെനിഞ്ചൈറ്റിസ്, ക്ലോസ്ട്രീഡിയ, ലിസ്റ്റീരിയ ആൻഡ് സ്പൈറോക്കിറ്റ്സ്. പിന്നെ ഈ ആക്ടിനോമൈസിറ്റ്സിന് മോഡറേറ്റ് സെൻസിറ്റിവിറ്റി ഉണ്ട്. ബാക്ടീരിയൽ റെസിസ്റ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൈമറി മെക്കാനിസം എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് പെൻസിലിനേസ് ആണ്. പെൻസിലിനേസ് എന്ന് പറഞ്ഞാൽ ഒരു നാരോ സ്പെക്ട്രം ബീറ്റാ ലാക്ടമീസ് ആണ്. ഈ ബീറ്റാ ലാക്ടമീസ് എൻസൈമുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ബീറ്റാ ലാക്ടം റിങ്ങിനെ ഓപ്പൺ ചെയ്ത് ബീറ്റാ ലാക്ടം ആൻറ്റിബയോട്ടിക്കുകളുടെ ആൻറ്റി മൈക്രോബിയൽ ആക്ഷൻ നശിപ്പിക്കുന്ന എൻസൈമുകളുമാണ്. ഇനി രണ്ടാമത്തെ മെക്കാനിസം നോക്കിക്കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് ആൻ ആൾട്ടേർഡ് പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻ. ഈ പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീന് പെൻസിലിനോട് ലോവർ അഫിനിറ്റി ആയിരിക്കും ഉണ്ടാവുക. മൂന്നാമത്തത് എന്ന് പറയുന്നത് ഇമ്പയർഡ് പെർമിബിലിറ്റി മൂലം ഉണ്ടാകുന്ന റെസിസ്റ്റൻസ്. ഇത് കാണുന്നത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകളിലാണ്. അതായത് ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ പ്രിയോൺ ചാനലുകൾ വഴിയായിരിക്കും ഈ പെൻസിലിൻ സെല്ലിനകത്തേക്ക് കയറുന്നത്. ഈ പ്രിയോൺ ചാനലുകൾ നഷ്ടപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിൽ ഒരു ആൾട്രേഷൻ നടത്തി അതിനെ ഇൻപെർമിബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. ഒന്നീ ലോസ് അല്ലെങ്കിൽ ആൾട്രേഷൻ ഓഫ് ദ പ്രിയോൺ ചാനൽസ്. ഫാർമക്കോ കൈനറ്റിക്സ് വരുമ്പോഴത്തേക്ക് പെൻസിലിൻ ജി എന്ന് പറയുന്നത് ഒരു ആസിഡ് ലയബിൾ ഡ്രഗാണ്. അതായത് ഗ്യാസ്ട്രിക് ആസിഡൊക്കെ ഇത് നശിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട് ഓറലി കൊടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ IV-യും IM-ഉം ഒക്കെ ആയിട്ടാണ് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബോഡി ഫ്ലൂയിഡ്സിലൊക്കെ എത്തിപ്പെടുന്നുണ്ട്. എന്നാൽ CSF-ലേക്കും സെറസ് ക്യാവിറ്റിയിലേക്കുമുള്ള പെനിട്രേഷൻ വളരെ കുറവാണ്. പിന്നെ യൂറിനിലാണ് ഇത് എക്സ്ക്രീഷൻ നടക്കുക ബൈ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ആൻഡ് ട്യൂബുലാർ സെക്രീഷൻ. 10% ഗ്ലോമറുലാർ ഫിൽട്രേഷനും 90% ട്യൂബുലാർ സെക്രീഷൻ വഴിയാണ് എക്സ്ക്രീഷൻ നടക്കുക. ഇതിൻ്റെ പ്ലാസ്മ ടിഹാഫ് നോക്കിക്കഴിഞ്ഞാൽ അബൌട്ട് 30 മിനിറ്റ്സ് ആണ്. ഇനി പ്രൊബനിസിഡ് എന്ന് പറയുന്നൊരു ഡ്രഗ് ഉണ്ട്. അത് ഈ ട്യൂബുലാർ സെക്രീഷൻ ഓഫ് പെൻസിലിൻ ബ്ലോക്ക് ചെയ്യുകയും അതുവഴി ഈ പ്ലാസ്മയിൽ ഹയർ കോൺസെൻട്രേഷൻ പെൻസിലിൻ്റെ ഹയർ കോൺസെൻട്രേഷൻ അറ്റൈൻ ചെയ്യാനും ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കിട്ടാനും ഒക്കെ സഹായിക്കുകയും ചെയ്യും.
ഇനി അഡ്വേഴ്സ് ഇഫക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ലോക്കൽ ഇറിറ്റൻസിയാണ് ആദ്യം വരിക. അതിൽ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ സൈറ്റിൽ പെയിൻ, പിന്നെ ഇഞ്ചക്റ്റഡ് വെയിനിൽ ത്രോംബോഫ്ലെബൈറ്റിസ്, ഓറലി കൊടുത്തു കഴിഞ്ഞാൽ നോസിയ. ഇനി ഡയറക്റ്റ് ടോക്സിസിറ്റി നോക്കിക്കഴിഞ്ഞാൽ ലാർജർ ഡോസസിൽ ബ്രെയിനിൽ ടോക്സിസിറ്റി ഉണ്ടാകുന്നുണ്ട്, മെൻ്റൽ കൺഫ്യൂഷൻ, മസ്കുലർ ട്വിച്ചിങ്, കൺവൽഷൻ, കോമ. പിന്നെ ഹയർ ഡോസസിൽ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത് വരുന്നത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനാണ്. ഇതാണ് കോമണസ്റ്റ് സൈഡ് ഇഫക്റ്റുകൾ. ഇതിൽ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നത് റാഷ്, ഇച്ചിങ്, ആർട്ടിക്കേറിയ, ഫീവർ എന്നൊക്കെയാണ്. പിന്നെ ഇമ്മീഡിയറ്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഒക്കെ വളരെ റെയറായിട്ടേ ഉണ്ടാവാറുള്ളൂ. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് ഏതെങ്കിലും ഒരു ടൈപ്പ് പെൻസിലിൻ കൊടുക്കുമ്പോഴത്തേക്ക് ഇമ്മീഡിയറ്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ആയ ആർട്ടിക്കേറിയ, ബ്രോങ്കോസ്പാസം, ആൻജിയോഡിമ, അനഫൈലാക്സിസ്, സെറം സിക്നസ് ഇതിലേതെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ പിന്നെ അയാൾക്ക് ഒരിക്കലും വേറൊരു ടൈപ്പ് പെൻസിലിനും കൊടുക്കാൻ പാടില്ല. എന്നാൽ അയാൾക്ക് റാഷാണ് വരുന്നതെങ്കിൽ അയാൾക്ക് കോഷ്യസ്ലി നമുക്ക് വേറൊരു ടൈപ്പ് പെൻസിലിൻ കൊടുത്ത് നോക്കാം. ഇനി യൂസസ് നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ ആൻറ്റിബാക്ടീരിയൽ സ്പെക്ട്രത്തിൽ വരുന്ന ഓർഗാനിസം കാസ് ചെയ്യുന്ന ഇൻഫെക്ഷനുകൾക്കെല്ലാം പെൻസിലിൻ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്. സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ്, ന്യൂമോകോക്കൽ ഇൻഫെക്ഷൻ, മെനിഞ്ചോകോക്കൽ ഇൻഫെക്ഷൻ, ടെറ്റനസ്, ഗ്യാസ് ഗാംഗ്രീൻ, ഡിഫ്തീരിയ, സിഫിലിസ്, ലെപ്റ്റോസ്പൈറോസിസ് ഒക്കെ. ഇനി ഗൊണീറിയയിലാണെങ്കിൽ ഇറ്റ് വാസ് യൂസ്ഡ്, ഇപ്പോൾ റെസിസ്റ്റൻസ് മൂലം അത് ഉപയോഗിക്കുന്നില്ല. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് സെമി സിന്തറ്റിക് പെൻസിലിൻ. സെമി സിന്തറ്റിക് പെൻസിലിൻ എന്ന് വെച്ചാൽ നമ്മുടെ പെൻസിലിൻ്റെ സൈഡ് ചെയിൻ 6ൽ നമ്മൾ കെമിക്കലി വേറെ കുറച്ച് കോമ്പൗണ്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാണ് സെമി സിന്തറ്റിക് പെൻസിൽസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതെന്തിനാണ് സെമി സിന്തറ്റിക് പെൻസിൽസ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാച്ചുറൽ പെൻസിലിൻ്റെ കുറേ ഷോർട്ട് കമ്മിങ്സ്, അതായത് പുവർ ഓറൽ എഫിക്കസി, സസെപ്റ്റബിലിറ്റി ടു പെൻസിലിനീസ്, നാരോ സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി, ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ്. അപ്പോൾ ഈ ഡ്രോബാക്സിനെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് സെമി സിന്തറ്റിക് പെൻസിൽസ് കൊണ്ടുവരേണ്ടി വന്നത്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ആസിഡ് റെസിസ്റ്റൻറ്റ് ആൾട്ടർനേറ്റീവ് ടു പെൻസിലിൻ ജി, അതായത് ഫീനോക്സിമീഥൈൽ പെൻസിലിൻ. റെസിസ്റ്റൻറ്റ് പെൻസിലിൻസ് മെത്തിസിലിൻ, ക്ലോക്സാസിലിൻ, ഡൈക്ലോക്സാസിലിൻ. അടുത്തത് എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം പെൻസിലിൻ. എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം പെൻസിലിനെ വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് അമിനോ പെൻസിലിൻ, അതിൽ വരുന്നത് ആംഫിസിലിൻ, ബെക്കാംഫിസിലിൻ, അമോക്സിസിലിൻ. പിന്നെ കാർബോക്സി പെൻസിലിൻ, അതിൽ വരുന്നത് കാർബനിസിലിൻ ആൻഡ് ടിക്കാർസിലിൻ. പിന്നെ യൂറിഡോ പെൻസിലിൻ, അതിൽ വരുന്നത് പിപ്പരാസിലിൻ ആൻഡ് മെസ്ലോസിലിൻ. ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് ആദ്യം ആസിഡ് റെസിസ്റ്റൻറ്റ് ആൾട്ടർനേറ്റീവ് ടു പെൻസിലിൻ ജി, അതായത് ഫീനോക്സിമീഥൈൽ പെൻസിലിൻ. ഇത് എല്ലാ കാര്യത്തിലും പെൻസിലിൻ ജീനെ പോലെ തന്നെയാണ്, ഒരേ ഒരു കാര്യത്തിലൊഴികെ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആസിഡ് സ്റ്റേബിളാണ്. ഇനി പെൻസിലിനേസ് റെസിസ്റ്റൻറ്റ് പെൻസിലിൻസ്. പെൻസിലിനേസ് റെസിസ്റ്റൻറ്റ് പെൻസിലിൻ എന്ന് വെച്ചാൽ അതിനൊരു നമ്മൾ കൊടുക്കുന്ന സൈഡ് ചെയിൻ ഉണ്ടല്ലോ, അത് നമ്മുടെ സ്റ്റഫൈലോകോക്കൽ പെൻസിലിനേസ് എൻസൈമിൽ നിന്ന് ബീറ്റാലാക്ടം റിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ളവരായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ നാച്ചുറൽ പെൻസിലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നോൺ പെൻസിലിനേസ് പ്രൊഡ്യൂസിങ് സ്ട്രെയിനോട് ഇവർക്കെല്ലാം സെൻസിറ്റിവിറ്റി ആയിരിക്കും ഉണ്ടാവുക. ആകെ ഒരേ ഒരു ഇൻഡിക്കേഷനേ ഉള്ളൂ, പെൻസിലിനേസ് പ്രൊഡ്യൂസിങ് സ്റ്റഫൈലോകോക്കൽ ഇൻഫെക്ഷൻ, അതും മെത്തിസിലിൻ റെസിസ്റ്റൻ്റ് അല്ലാത്ത. മെത്തിസിലിൻ റെസിസ്റ്റൻ്റ് ആണെങ്കിൽ മെത്തിസിലിനോ ക്ലോക്സാസിലിനോ ഡൈക്ലോക്സാസിലിനോ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഈ നമ്മുടെ മെത്തിസിലിൻ എന്ന് പറയുന്നത് ഒരു ആസിഡ് ലയബിൾ ഡ്രഗാണ്, എന്നാൽ ക്ലോക്സാസിലിനും ഡൈക്ലോക്സാസിലിനും ആസിഡ് സ്റ്റേബിളാണ്. ഇവരുടെ ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മെത്തിസിലിനേക്കാളും ആക്ടിവിറ്റി കൂടുതൽ ക്ലോക്സാസിലിനും ഡൈക്ലോക്സാസിലിനുമാണ്. അടുത്ത് വരുന്നത് എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം പെൻസിലിൻസ്. അതിൽ ആദ്യത്തേത് അമിനോ പെൻസിലിൻ, എക്സാമ്പിൾ ആംഫിസിലിൻ. ഇതിൻ്റെ സ്പെക്ട്രം നോക്കിക്കഴിഞ്ഞാൽ പെൻസിലിൻ ജിയോട് സെൻസിറ്റീവായിട്ടുള്ള എല്ലാ ഓർഗാനിസവും വരും. അതിൻ്റെ കൂടെ നമ്മുടെ നോൺ ബീറ്റാ ലാക്ടമേസ് പ്രൊഡ്യൂസിങ് സ്ട്രെയിൻസ് ഓഫ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. പിന്നെ നമ്മുടെ പെൻസിലിൻ ജി സെൻസിറ്റീവ് അല്ലാത്ത നമ്മുടെ സ്ട്രെപ്റ്റോകോക്കസ് വിരിഡൻസും എൻറ്ററോകോക്കയും വരുന്നുണ്ട്. പിന്നെ ലിസ്റ്റീരിയയോടും ഒക്കെ നല്ല ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. എന്നാൽ പെൻസിലിൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ട്രെയിനുകൾക്കെതിരെ ആംഫിസിലിനും പ്രവർത്തിക്കാൻ കഴിയത്തില്ല, കാരണം ദേ വിൽ ആൾസോ ബി റെസിസ്റ്റൻറ്റ് ടു ആംഫിസിലിൻ. ഇനി ഫാർമക്കോകൈനറ്റിക്സ്. ഫാർമക്കോകൈനറ്റിക്സ് നോക്കുമ്പോഴത്തേക്ക് ആംഫിസിലിൻ ഈസ് ആസിഡ് സ്റ്റേബിൾ. ഇതിൻ്റെ ഓറൽ അബ്സോർപ്ഷൻ ഇൻകംപ്ലീറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ
ഇറിറ്റൻസി ഉണ്ടാക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഡയേറിയ അഡ്വേഴ്സ് ഇഫക്റ്റായി ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡ് അബ്സോർപ്ഷൻ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. പ്രൈമറി എക്സ്ക്രീഷൻ കിഡ്നിയിലൂടെയാണ്, പക്ഷെ ബൈലിലും ഇത് എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പിന്നെ അത് റീഅബ്സോർപ്ഷന് വിധേയമാവുകയും എൻറ്ററോ ഹെപ്പാറ്റിക് സർക്കുലേഷനിലേക്ക് ചെയ്യുന്നുണ്ട്. ഇനി യൂസസ് നോക്കിക്കഴിഞ്ഞാൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഇപ്പോൾ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഫ്ലൂറോക്വിനലോൺസ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഇൻക്ലൂഡിങ് ബ്രോങ്കൈറ്റിസ്, സൈനസൈറ്റിസ്, ഓട്ടൈറ്റിസ് മീഡിയ. മെനിഞ്ചൈറ്റിസിന് ഫസ്റ്റ് ലൈൻ ഡ്രഗായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ എംഫിരിക്കൽ തെറാപ്പിയിൽ ഒരു തേർഡ് ജനറേഷൻ സെഫലോസ്പോറിൻ്റെ കൂടെ കമ്പൈൻ ചെയ്താണ് ഉപയോഗിക്കുക. ഗൊണീറിയയിൽ ഫസ്റ്റ് ലൈൻ ഡ്രഗാണ്. യൂറിത്രൈറ്റിസിൽ അബൌട്ട് 3.5 ഗ്രാം ആംഫിസിലിനും 1 ഗ്രാം പ്രൊബിനിസിഡും കൂടെ ചേർത്തുള്ള ഒരു കോമ്പിനേഷനാണ് കൊടുക്കാറ്. ടൈഫോയിഡ് ഫീവറിലും ബാസിലറി ഡിസെൻട്രിയിലും ഉപയോഗിച്ചിരുന്നു, പക്ഷേ റെസിസ്റ്റൻസ് കാരണം ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. കോളിസിസ്റ്റൈറ്റിസിൽ ആംഫിസിലിനാണ് പ്രിഫേർഡ് ഡ്രഗ്. അതിൻ്റെ കാരണം നമ്മുടെ എൻറ്ററോ ഹെപ്പാറ്റിക് സർക്കുലേഷനിലൊക്കെ വിധേയമാവുന്നതുകൊണ്ട് തന്നെ ബൈലിൽ ഹൈ കോൺസെൻട്രേഷനിൽ ആംഫിസിലിൻ എത്തുന്നു എന്നതാണ്. അടുത്തത് സബ്അക്യൂട്ട് ബാക്ടീരിയൽ എൻറ്റോകാർഡൈറ്റിസ്. ഇതിൽ ആംഫിസിലിൻ 2 ഗ്രാം IV 6th hourly കൂടെ ജെൻഡാമൈസിനും കൊടുക്കും. പിന്നെ സെപ്റ്റിസീമിയാസ് ആൻഡ് മിക്സഡ് ഇൻഫെക്ഷൻ, അതിൽ ആംഫിസിലിൻ ഇഞ്ചക്ഷനും പിന്നെ ഒരു ജെൻഡാമൈസിനും തേർഡ് ജനറേഷൻ സെഫലോസ്പോറിനും കൂടി ആണ് കൊടുക്കാറ്. അടുത്ത വരുന്നത് അക്യൂട്ട് നെക്രോട്ടൈസിങ് അൾസറേറ്റീവ് ജിഞ്ചിവൈറ്റിസ്. അതിൽ മെട്രോണിഡസോളിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുന്നത് അമോക്സിസിലിനും ആംഫിസിലിനും. ഡയറിയ ആദ്യമേ പറഞ്ഞു. പിന്നെ റാഷ് ഡെവലപ്പ് ചെയ്യാനുള്ള 6 എപ്സ്റ്റീൻ ബാർ ഇൻഫെക്ഷൻ ഉള്ളവരിൽ, ലിംഫാറ്റിക് ലുക്കീമിയ ഉള്ളവരിലൊക്കെയാണ്. ഇൻറ്ററാക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ഹൈഡ്രോകോർട്ടിസോണിൻ്റെ ഇൻട്രാക്ഷനാണ്. അത് IV സൊല്യൂഷനിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആംഫിസിലിനെ ഇനാക്ടിവേറ്റ് ചെയ്ത് കളയും. പിന്നെ ഓറൽ കോൺട്രാസെപ്ഷൻ ഫെയിലിയർ ഉണ്ടാക്കുന്നുണ്ട്. പ്രൊബനിസിഡ് ഈ ആംഫിസിലിൻ്റെ റീനൽ എക്സ്ക്രീഷനെ റിട്ടാർഡ് ചെയ്യുന്നുണ്ട്. ബിക്കാംഫിസിലിൻ എന്ന് പറഞ്ഞാൽ അമോക്സിസിലിൻ്റെ ഒരു പ്രോ ഡ്രഗാണ്. ഇത് GITയിൽ നിന്ന് കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. ഇൻസിഡൻസ് ഓഫ് ഡയേറിയ വളരെ കുറവാണ്. അടുത്ത് വരുന്നത് അമോക്സിസിലിനാണ്. അമോക്സിസിലിനും ആംഫിസിലിനെ പോലെ തന്നെയാണ്, പക്ഷേ കുറച്ച് അഡ്വാൻറ്റേജുകളുണ്ട്. അതായത് ഓറൽ അബ്സോർപ്ഷൻ ബെറ്ററാണ്. പിന്നെ ഫുഡ് ഇതിൻ്റെ അബ്സോർപ്ഷൻ ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. ആംഫിസിലിൻ 4 തവണ ഒരു ദിവസം കൊടുക്കുന്ന സ്ഥാനത്ത് അമോക്സിലിൻ 3 തവണ കൊടുത്താൽ മതി. പിന്നെ ഡയേറിയയുടെ ഇൻസിഡൻസും വളരെ കുറവാണ്. പിന്നെ നമ്മുടെ H. പൈലോറി ഇറാഡിക്കേഷൻ്റെ ട്രിപ്പിൾ ഡ്രഗ് റെജിമെനിൽ ഒരു കമ്പോണൻ്റായിട്ട് മിക്കപ്പോഴും അമോക്സിസിലിൻ ഉപയോഗിക്കപ്പെടാറുണ്ട്. അടുത്ത വരുന്ന ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് എന്ന് പറയുന്നത് കാർബോക്സി പെൻസിലിൻസ് ആണ്. കാർബോക്സി പെൻസിലിൻ ആദ്യം വരുന്നത് കാർബെനിസിലിൻ സ്യൂഡോമോണാസിനും പിന്നെ ഇൻറ്റോൾ പോസിറ്റീവ് പ്രോട്ടീൻസിനും എതിരെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ റെസിസ്റ്റൻസ് മൂലം ഇപ്പോൾ അത് ഉപയോഗിക്കാറില്ല. ഇത് പെൻസിലിനേസ് റെസിസ്റ്റൻ്റ് ഒന്നും അല്ലായിരുന്നു, ഓറലി ഇനാക്റ്റീവ് ആയിരുന്നു, യൂറിനിലായിരുന്നു എക്സ്ക്രീഷൻ നടന്നുകൊണ്ടിരുന്നത്. ഹയർ ഡോസസിൽ ഫ്ലൂയിഡ് റിട്ടൻഷനും കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയറും ബ്ലീഡിങ്ങും ഒക്കെ ഇത് കാസ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ കാർബെനിസിലിന് പകരം ടിക്കാർസിലിനാണ് ഉപയോഗിക്കാറ്. കാർബെനിസിലിനെ പോലെ തന്നെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്, പക്ഷേ ടിക്കാർസിലിന് കൂടുതൽ ആക്ടിവിറ്റിയും ഉണ്ട്, അതുപോലെ സൈഡ് ഇഫക്ട്സും കുറവാണ്. ടിക്കാർസിലിന് ക്ലാവലിനിക് ആസിഡും കോമ്പിനേഷനാണ് നമ്മൾ ബീറ്റാ ലാക്ടമീസ് പ്രൊഡ്യൂസിങ് സ്ട്രെയിൻസിന് കൊടുക്കാറ്. സീരിയസ് സ്യൂഡോമോണാസ് ഇൻഫെക്ഷനിൽ ടിക്കാർസിലിനും ജെൻഡാമൈസിനുമുള്ള കോമ്പിനേഷൻ കൊടുക്കാറുണ്ട്. അടുത്ത വരുന്ന ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് എന്ന് പറയുന്നത് യൂറിഡോപെൻസിലിൻസ് ആണ്. യൂറിഡോപെൻസിലിൻസിൽ ആദ്യം വരുന്നത് പിപ്പരാസിലിൻ എന്ന് പറയുന്ന ഡ്രഗാണ്. അതൊരു ആൻറ്റി സ്യൂഡോമോണൽ ഡ്രഗാണ്. പക്ഷേ ക്ലബ്സിയല്ല, എൻട്രോബാക്ടീരിയേസിയ, അതുപോലെ കുറച്ച് ബാക്ടീരിയോയിഡ്സിനോടും ഇതിന് നല്ല ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് ഉപയോഗിക്കുന്നത് സീരിയസ് ഇൻഫെക്ഷൻസ് കാസ്ഡ് ബൈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഇൻ ന്യൂട്രോപെനിക് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഓർ ബേൺ പേഷ്യൻസിൽ. പിന്നെ പ്ലാസ്മ T-half 1 hour ആണ്. പിന്നെ ബീറ്റാ ലാക്ടമീസ് പ്രൊഡ്യൂസിങ് സ്ട്രെയിൻസിനെതിരെ പിപ്പരാസിലിൻ ടാസോബാക്ടം കോമ്പിനേഷനാണ് നമ്മൾ ഉപയോഗിക്കാറ്. അടുത്ത വരുന്ന ഡ്രഗ് എന്ന് പറയുന്നത് മെസ്ലോസിലിനാണ്. ഇതൊരു ആൻറ്റി സ്യൂഡോമോണാസ് പെൻസിലിനാണ്. പക്ഷേ ഇന്ത്യയിലും USA ഇപ്പോൾ ഇത് മാർക്കറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് പെൻസിലിൻസിനെ കുറിച്ചിട്ടാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.